അമ്മ ഇവിടെ ഇല്ല ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഞാനൊരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചത് ഒരു സർപ്രൈസിങ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഏകദേശം ഒരു 3 മാസങ്ങൾക്ക് ശേഷം എന്റെ വീട്ടിൽ പോകാൻ പോവാണ്. കുറെ ആയി പോയിട്ട്. അപ്പം അമ്മേനോട് പറയാണ്ട് പോവാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് പോലെ കൊടുക്കാം. അമ്മയോട് പറയാണ്ട് പോയിട്ട്. അപ്പൊ ഇന്ന് ഞാൻ വിളിച്ചൊന്നും നോക്കിയിട്ടില്ല. ഇന്ന് ലീവാണ്. മിലുവിന് അംഗനവാടിയൊന്നുമില്ല. പെരുന്നാളിന്റെ ലീവാണ് കേട്ടോ. അപ്പൊ പെരുന്നാൾ ദിവസമാണ്. അമ്മ അവിടെ ഉണ്ടാവോ, ഇനി പണിക്ക് പോയിട്ടുണ്ടാവോ ഒന്നും അറിയില്ല. എന്തായാലും അമ്മയ്ക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കാന്ന് വിചാരിച്ചു. വിളിച്ച് പറഞ്ഞിട്ടില്ല ഞാൻ ചെല്ലുന്നത്, പോകുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പം സർപ്രൈസ് ആയിട്ട് പോയി നോക്കാന്ന് വിചാരിച്ചു. എന്താവുമെന്ന് അറിയില്ല. എന്തായാലും വീഡിയോ കാണാം കേട്ടോ. നമ്മൾ വീട്ടിൽ പോകുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ വലിയൊരു ലഗേജ് ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു വലിയൊരു ലഗേജ് എൻ്റെ പുറത്തുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു മിലുവിനെ കുറച്ചധികം സമയം നടത്തിക്കാന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അതും എടുത്തിട്ട് മിലുവിനെയും കൂടെ എടുത്താൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ഓനാണെങ്കിൽ നടക്കാൻ ഭയങ്കര മടിയാണ്. എന്നാലും കുറച്ചേ നടക്കൂ. അപ്പം ഞാൻ എന്തായാലും കുറച്ച് സമയം നടത്തിക്കാന്ന് വിചാരിച്ചിട്ടോ. കുറച്ച് സമയമൊക്കെ ഞാൻ നടന്നു. പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ബസ് സ്റ്റോപ്പിലേക്ക് വേണ്ടിയിട്ട് അധികം ദൂരമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇവിടുന്ന് വടകര ബസ്സിനാണ് കേട്ടോ പോകേണ്ടത്. ഇത് പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് ബസ് കുറവായത് കൊണ്ടാണോ ഇനി ആ ഒരു ടൈമിൽ ബസ് ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. ഞങ്ങൾ ഏകദേശം 10-20 മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ബസ്സിൽ കയറിയപ്പോൾ നമുക്ക് തിരക്കും കാര്യങ്ങളൊന്നും ബസ്സിലുണ്ടായിരുന്നില്ല കേട്ടോ. ആൾക്ക് നല്ല രീതിയിൽ കുറവായിരുന്നു. ഇതുവാണെങ്കിൽ ബസ് കയറി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഉറങ്ങിപ്പോയി. ആ ഒരു ഉറക്കവും പതിവാണ്. പക്ഷേ അന്ന് കുറച്ച് സമയം മാത്രമേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരക്കൊന്നും ഇല്ലാത്ത ബസ്സായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് 3 ബസ്സുകൾ മാറി മാറി കയറണം അപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ എല്ലാ ബസ്സിലും കയറുന്ന വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് തലശ്ശേരി ബസ് കയറിയ ടൈമിൽ മിലുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു സീറ്റിൽ തന്നെ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നിൽ അവിടുത്തെ ഒരു ഫ്രണ്ട് സീറ്റിൽ ഇരിക്കണം, എന്നോട് ഭയങ്കര ഇഷ്ടം. അപ്പോൾ വീട്ടിലെത്തി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അമ്മ അവിടെ ഇല്ലായിരുന്നു. അന്ന് ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ വന്നത്. കാരണം പെരുന്നാൾ ദിവസം ആയതുകൊണ്ട് അമ്മയ്ക്ക് പണി ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്തായാലും അമ്മ വരുമ്പോഴേക്കും ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിളിച്ച് പറയാനൊന്നും നിന്നില്ല കേട്ടോ. അമ്മ ഇവിടെ ഇല്ല ഗൈസ്. എനിക്ക് വരുമ്പോഴേ തോന്നി അമ്മ ഇവിടെ ഉണ്ടാവില്ല എന്ന്. കാരണം പണിക്ക് പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. ഇന്ന് പെരുന്നാളല്ലേ. അപ്പം അമ്മ പണിക്ക് പോയി. ഇനി അമ്മ വന്നിട്ട് കാണാം. പിന്നെ അമ്മ വന്നപ്പോഴേക്കും അമ്മക്ക് മനസ്സിലായി ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന കാര്യം. ബാക്കിലൂടെ വരുന്ന ടൈമിൽ ചെരുപ്പ് കണ്ടു. പിന്നെ സൗണ്ടൊക്കെ കേട്ടിട്ട് അമ്മക്ക് മനസ്സിലായിട്ടോ. എന്നാലും ഞാൻ മിലുവിനെ വെറുതെ ഒളിപ്പിച്ചു. മിലുവിനെ കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓനെ കൂട്ടാൻ ഞാൻ വരില്ല എന്നുള്ള കാര്യം അറിയാം. അപ്പോൾ ഇങ്ങനെ അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഓരും ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് സ്നേഹപ്രകടനങ്ങളൊക്കെ ആയിരുന്നു. ഇതിപ്പോൾ ഞാൻ വന്നിട്ട് പെരുന്നാളിൻ്റെ ദിവസമാണ് മാം. ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു ഞാനിപ്പോൾ ഇവിടെ തിരിച്ചെത്തി. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു വീഡിയോ കാണുന്ന ടൈമിൽ എനിക്ക് എന്തൊക്കെയോ ഒരു ഫീൽ വരുന്നുണ്ട്. അപ്പോൾ മിലു ആണെങ്കിലും ആ ഒരു ആകെ സാഡായിട്ടാണുള്ളത്. കാരണം കുറേ 3 തവണ ബസ്സിലൊക്കെ കയറി വന്നല്ല, നല്ല ക്ഷീണമായിരുന്നു. പിന്നെ ഞങ്ങളെ കണ്ടപ്പോൾ അമ്മ വേഗം പോയിട്ട് ഈ ഒരു മാഗീൻ്റെ സംഭവം ഉണ്ടല്ലോ, കപ്പ് നൂഡിൽസ്, ആ ഒരു കപ്പ് നൂഡിൽസ് വാങ്ങിക്കൊണ്ട് വന്നു. അതുണ്ടാക്കാൻ പണിയൊന്നുമില്ല, ചൂടുവെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ ജ്യൂസ് അടിച്ച് കുടിച്ചു. പിന്നെ പെരുന്നാളായതുകൊണ്ട് തന്നെ അപ്പുറത്തെ വീട്ടിൽ നിന്നൊക്കെ നമുക്ക് ബിരിയാണിയും കാര്യങ്ങളൊക്കെ വരാനുണ്ടത്. പിന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ അതുകൊണ്ട് മെയിനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ മാഗി ഇതൊക്കെ ഉണ്ടാക്കി കഴിച്ചത്. ചോറൊക്കെ കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു, 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും ഈ ഒരു കപ്പ് നൂഡിൽസും ആ ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് തൽക്കാലം നിർവൃതി അടയാം. എന്നിട്ട് ഈ ഒരു ബിരിയാണിയൊക്കെ വരുമ്പോൾ നല്ലൊരു പിടുത്തം പിടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് നൂഡിൽസ് ഉണ്ടല്ലോ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമാണ്. പക്ഷേ പ്രൈസ് നോക്കുമ്പോൾ നമുക്ക് 50 രൂപയാണ്. അതിന് നമുക്ക് നല്ലൊരു മാഗി ഉണ്ടാക്കിയിട്ട് നമുക്ക് വയറ് നിറയെ കഴിക്കാം കേട്ടോ. പക്ഷേ എങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ അമ്മേനോട് അതന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ചില സമയത്ത് നമുക്കിങ്ങനെ തോന്നുമല്ല, ഇത് കഴിച്ചാൽ കൊള്ളാം, അങ്ങനത്തെ ഒരു ഇത് തോട്ട് വന്നപ്പം ഞാനത് മതിയെന്ന് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അമ്മ ആയതുകൊണ്ട് എന്തും വാങ്ങിത്തരുകയും ചെയ്യുമല്ലോ. പിന്നെ മിലുവിനാണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അധികം കൊടുക്കാറില്ല. അവനൊരു മാഗി ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അങ്ങനെ പ്രത്യേകം അവനായിട്ട് വാങ്ങിക്കൊടുക്കൊന്നുമില്ല. പിന്നെ ഇതുപോലെ എവിടെയെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ കഴിക്കാറുള്ളൂ. അപ്പോൾ മിലുവിനും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവനും കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മസാലയൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അടിനേ മിക്സ് ആക്കിയിട്ട് കൊണ്ടുവരണം. പിന്നെ അച്ഛൻ വന്നപ്പോൾ മിലുവിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കടല ഉണ്ടായിരുന്നു, അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മിലുവിനെ കണ്ടപ്പോൾ അച്ഛൻ കടലൊക്കെ വാങ്ങിയിട്ട് വന്നു. അച്ഛൻ എപ്പോഴും കടലയാണ് കേട്ടോ അവന് കൊണ്ടു കൊടുക്കുക. അപ്പോൾ അവൻ അത് രണ്ടും കിട്ടിയ സന്തോഷത്തിലായിരുന്നു. പിന്നെ രണ്ടാളും അമ്മമ്മയും മോനും കൂടെ തല്ലുകുട്ടവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അമ്മേനെ ആ ഒരു കടല വെച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്യാണെന്ന് തോന്നുന്നുണ്ടോ. അപ്പോൾ കടല മിലുവിന് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു മാഗി കടല കണ്ടപ്പം ആ ഒരു മാഗിയും കാര്യങ്ങളൊന്നും അവന് വേണ്ട. ആ ഈ 2 കടലയാണെങ്കിലും അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എന്തായാലും വേഗം ആ ഒരു ബിരിയാണി വരാൻ വേണ്ടിയിട്ട് കാത്തു നിന്നുണ്ടായിരുന്നു. കൃത്യമായ ഒരു ടൈമിൽ തന്നെ നമുക്ക് ബിരിയാണി കിട്ടിയിട്ടോ. എൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിലാട്ടോ, 2-3 വീടുകളുണ്ട്, മുസ്ലിം വീടുകൾ. അപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് ഈ ഒരു എല്ലാ പെരുന്നാളിനും 3 വീട്ടിൽ നിന്ന് നമുക്ക് ബിരിയാണി കിട്ടുന്നത് പതിവാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിന് ശേഷം ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത് ഈ ഒരു ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് 3 പേരും ബിരിയാണി കൊണ്ടുവന്നല്ലോ. അതിലൊരു സ്പെഷ്യലായിട്ടൊരു മാങ്ങാച്ചാർ ഉണ്ടായിരുന്നു കേട്ടോ ഒരാളുടെ ഇതിൽ. ആ ഒരു അച്ചാർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഞാനൊരു ബിരിയാണി ലവറല്ല, പക്ഷേ ഞാനൊരു അച്ചാർ ലവറാണ്. എനിക്ക് അച്ചാറും കൂട്ടിയിട്ട് ബിരിയാണി കഴിക്കാൻ വേണ്ടി, അച്ചാർ കൂട്ടിയിട്ട് ബിരിയാണി മാത്രമല്ല എന്ത് കഴിക്കാൻ ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ് ആയിരുന്നു ആ ഒരു മാങ്ങേൻ്റെ അച്ചാറിന് കേട്ടോ. അപ്പം ഞാൻ തൈരും ബിരിയാണിയും അതേപോലെ തന്നെ നമ്മുടെ അച്ചാറൊക്കെ കൂട്ടിയിട്ട് എല്ലാം 3 ബിരിയാണി മിക്സ് ആക്കിയിട്ടാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. മൂന്ന് ഇതൊന്നും ഞാൻ പകുത്ത് കഴിച്ചു കേട്ടോ. പണ്ട് ചെറുപ്പത്തിലൊക്കെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ശരിക്കും ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. നമുക്കന്ന് കൊതിയായിരുന്നു അതിനോടൊക്കെ. ആ ഒരു
ചെറുപ്പത്തിൻ്റെ ഇതായിരിക്കും. അന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കൊതിയായിട്ട് തന്നെ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ 5 വർഷത്തിന് ശേഷമാണ് ഞാൻ ശരിക്കും ഈ ഒരു പെരുന്നാളിന് ഈ ഒരു ബിരിയാണി കഴിക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് കല്യാണത്തിന് ശേഷം എനിക്കതൊക്കെ ശരിക്കും മിസ്സിങ് ആയിരുന്നു. കാരണം ഞാൻ പെരുന്നാളിന് എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ ബിരിയാണി കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാറില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ടാണെങ്കിലും കൃത്യമായിട്ട് ഞാൻ ആ ഒരു ദിവസം തന്നെ അവിടെ എത്തിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം 5 വർഷത്തിന് ശേഷം നമുക്ക് ആ ഒരു ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റിയല്ലോ. അപ്പോൾ ഗൈസ്, നമ്മുടെ വ്ളോഗ് കഴിഞ്ഞു. ചെറിയൊരു സർപ്രൈസിങ് വീഡിയോ പോലെ എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് വേറെ എന്തൊക്കെ കാര്യങ്ങളൊക്കെ വന്നു. എന്തായാലും നമ്മുടെ വ്ളോഗ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.